ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എക്സോട്ടിക് പീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ തമ്മിൽ കണ്ടുപോലെ തന്നെ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ റിസൾട്ടിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. കാരണം ഇപ്പോഴും വീണ്ടും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു വരുന്നതല്ല. ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 3 വർഷം കഴിയുമ്പോഴും എങ്ങനെയാണ് നമ്മുടെ റിസൾട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹെയർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ കീപ്പ് ചെയ്യണം, അങ്ങനെയുള്ള 1-2 ടിപ്സ് മാത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇത്തവണ. കണ്ടില്ലേ, ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇടയ്ക്ക് കുറേ നാൾ എൻ്റെ നേപ്പാൾ യാത്രയിലും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഇടുക്കി ട്രിപ്പിലുമൊക്കെ ഞാൻ അത്യാവശ്യം നല്ലപോലെ ട്രിം ചെയ്തിട്ടാണ് നടന്നിരുന്നത്. അത് വേറൊന്നുമല്ല, മുടി കൊഴിച്ചിൽ പിന്നീട് വന്നതുകൊണ്ട് അത് ഓവർകം ചെയ്യാനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രിം ചെയ്തിട്ട് ഹെയർ സ്പ്രേയും പിന്നെ നമ്മുടെ റോസ്മേരിയുടെ ഓയിലും തേക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം റിസൾട്ട് എനിക്ക് ഇപ്പോൾ ഉണ്ട്. വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഗ്രോത്ത് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ അത്യാവശ്യം മുടിയൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പലരും എന്നോട് മെസ്സേജ് ആയിട്ടും അല്ലാതെ കമൻ്റായിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ഇപ്പോഴത്തെ ഗ്രോത്ത് എങ്ങനെയാണ്, ഹെയറിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ, വിചാരിച്ചതേ ഉള്ളൂ. സോ ജസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കണ്ടില്ലേ, ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് 2022 ജനുവരി 22 കേട്ടോ. ജനുവരി 22 ജനുവരി 17 ഓൾമോസ്റ്റ് കറക്റ്റ് ഇപ്പോൾ 3 വർഷം ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, 3 വർഷം കഴിഞ്ഞപ്പോഴും എനിക്കിപ്പോൾ ഉള്ള എൻ്റെ കണ്ടീഷൻ കണ്ടില്ലേ. ഞാൻ വെച്ചത് 5000 ഗ്രാഫ്റ്റാണ്. അത് ഈ ഒരു പോർഷനിലും വെച്ചു, പിന്നെ അത് ഇവിടെ ഒരു ലൈനായിട്ടും വെച്ചു. അതിനിടയ്ക്ക് നിങ്ങൾ കാണുന്ന ഈ ഒരു പോർഷനിൽ ഞാൻ വെച്ചിട്ടില്ല, പിന്നെ ബാക്കിലും വെച്ചിട്ടില്ല. അവിടെ അത്രയും എൻ്റെ നോർമൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹെയർ ആണ്. കൊഴിച്ചിലുണ്ടാവും, ഗ്യാപ്പ് ഉണ്ടെന്നൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. എനിക്ക് ഇനി ഒരു 2000-2500 ഗ്രാഫ്റ്റോളം വേണം എൻ്റെ തല ഫുള്ളായിട്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബഡ്ജറ്റ് പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ അന്നേരം മുഴുവനായിട്ട് ചെയ്യാത്തത്. പിന്നെ എൻ്റെ അന്നേരത്തെ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 ഗ്രാഫ്റ്റ് മാത്രം എനിക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം റിസൾട്ടുള്ള കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ക്ലിനിക്കുകൾ നോക്കുന്നത്. ആരും അവരുടെ ഓരോ ക്ലിനിക്കിൽ ചെയ്ത ആൾക്കാരുടെ റിസൾട്ട് നമുക്ക് തരുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ചോദിച്ചാൽ അവർ തരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ പഞ്ചാബിൽ പോയത്. അങ്ങനെ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് പഞ്ചാബിൽ പോയി അവിടുത്തെ ക്ലിനിക്കിനെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ പഞ്ചാബിലെ മൊരിന്ദ എന്ന് പറയുന്ന സ്ഥലത്ത്, ചണ്ഡീഗഡിനടുത്ത് മൊരിന്ദ എന്ന് പറയുന്ന സ്ഥലത്ത് കക്കർ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ റിക്കവർ ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ക്ലിനിക്കിലാണ് ഞാൻ ചെയ്തത് ട്രാൻസ്പ്ലാന്റേഷൻ. അവിടുത്തെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കാര്യത്തെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ പക്കയാണ്. അതായത് ഹെയർ ലൈനും കാര്യങ്ങളെല്ലാം പക്കയാണ്, വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ബ്ലീഡിങ്ങോ വേറെ സ്വെല്ലിങ്ങോ വേറെ ഇച്ചിങ്ങോ അതുപോലെ തന്നെ ഒരു ഇറിറ്റേഷനോ ഇന്റേണലി ഇല്ല. അല്ലാതെ ഔട്ട്സൈഡും പ്രശ്നങ്ങളോ ഒന്നുമില്ല. കംപ്ലീറ്റ്ലി ഓക്കെയാണ്. ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഒരിക്കലും ലൈഫ് ടൈം പറയാൻ പറ്റില്ല. അവർ പറയുന്നതും ലൈഫ് ടൈം തന്നെയാണ്. പക്ഷേ നിങ്ങൾ എവിടെ ചെയ്താലും ലൈഫ് ടൈം നമുക്ക് ഒരിടത്തും റിസൾട്ട് പറയുന്നില്ല. പിന്നെ അവർ പറയുന്ന ഒരു നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി ഇനി കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പോലും അവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത മുടി കൊഴിഞ്ഞു പോയാലും വീണ്ടും അവർ ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. അതായത് ഇനി എപ്പോൾ എനിക്ക് കൊഴിഞ്ഞു പോയാലും അവരെനിക്ക് ഫ്രീ ആയിട്ട് വെച്ച് തരാമെന്ന് അവരിപ്പോഴും കഴിഞ്ഞ ഒരു 7-8 മാസം മുന്നേ ലാസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്ത സമയത്തും അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഞാനിപ്പോൾ നല്ലപോലെ കൊഴിയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഇൻ കേസ് കൊഴിഞ്ഞുന്നുണ്ടെങ്കിൽ വന്നാൽ മതി, നമ്മളത് ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് നല്ലൊരു കാര്യം തന്നെ. അവരത് പറയുന്നുണ്ടല്ലോ. അവരുടെ ഗ്യാരണ്ടി, അങ്ങനെ ഒരു ഗ്യാരണ്ടി അവർ കൊടുക്കുന്നുണ്ട്. കാരണം ട്രാൻസ്പ്ലാന്റേഷൻ്റെ കോസ്റ്റ് എത്രത്തോളാണെന്ന് നിങ്ങളൊന്ന് പുറത്തിറങ്ങി ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. മിനിമം ഒരു 5000 ഗ്രാഫ്റ്റിന് കേരളത്തിൽ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ ആ റേഞ്ചൊക്കെയാണ്. സോ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിടാം. ഞാനെന്തായാലും എൻ്റെ ഹെയർ റൊട്ടീൻ എന്ന് പറയുന്നത് ആദ്യത്തെ 1 വർഷം ബെസ്റ്റ് ഗ്രോത്ത് ആയിരുന്നു. അതിൻ്റെ പിക്സൊക്കെ നിങ്ങൾ നേരത്തെ ഉള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ സൈഡിലോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഞാൻ ടാഗ് ഇട്ടേക്കാം. നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ ചാനൽ ഇട്ടിട്ടുണ്ട്, കയറി നോക്കിയാൽ മതി. അതിനകത്ത് ഒരുപാട് വീഡിയോസ് ഞാൻ ഇങ്ങനെ ഓരോ മന്ത്ലി ഉള്ളതും ഓരോ 6 മാസവും അങ്ങനെ ഓരോ മന്ത് വൈസ് ആയിട്ടുള്ള റിസൾട്ടൊക്കെ ഇങ്ങനെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. ആദ്യത്തെ 8-9 മാസത്തോളം ഞാൻ കംപ്ലീറ്റ്ലി മിനോക്സിഡിലും 1 വർഷം യൂസ് ചെയ്തു. മിനോക്സിഡിൽ അടങ്ങിയ സ്പ്രേ റൊട്ടോക്സി എഫ് എന്നാണ്. മിനോക്സിഡിലും ഫിനാസ്ട്രൈഡും ചേർന്ന ഒരു ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്പ്രേ തന്നെയാണ്. ഇപ്പോഴും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതെനിക്ക് നല്ല ഗ്രോത്താണ്. സോ അത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു 1 വർഷം. അതിന് ശേഷമുള്ള 2ാമത്തെ കൊല്ലം, അതായത് 2023 ഞാൻ എന്തായാലും ഒരു മെഡിസിനും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് നല്ലപോലെ മുടി കൊഴിച്ചിലുണ്ടാവാൻ തുടങ്ങി. സോ ഒരുപാട് നീട്ടി വളർത്തുമ്പോഴത്തേക്കും മുടി കൊഴിയാൻ തുടങ്ങി. അങ്ങനെ എക്സിസ്റ്റിംഗ് ഹെയറും കൊഴിയാൻ തുടങ്ങി, ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഹെയറും കൊഴിയാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ പിന്നെ ക്ലിനിക്കിനെ കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു ഫിനാസ്ട്രൈഡിൻ്റെ ടാബ്ലറ്റ് വാങ്ങിച്ചു കഴിച്ചു ഒരു 3 മാസത്തോളം. പക്ഷേ അതിനൊരു ഫലം ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നി ഈ ഹെയർ ഇങ്ങനെ ഗ്രോത്ത് ഇങ്ങനെ കണ്ടിന്യൂ
ചെയ്ത് പോകുന്നതിനേക്കാളും നല്ലപോലെ ട്രിം ചെയ്ത് വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ലപോലെ ട്രിം ചെയ്തിട്ട് ഞാൻ സാധാരണ വെളിച്ചെണ്ണയും അതുപോലെ നമ്മുടെ സ്പ്രേ ഇല്ലേ, റൊട്ടോക്സിഫ് എന്ന് പറയുന്ന സ്പ്രേ ആണ് ഞാൻ യൂസ് ചെയ്യണത്. പഞ്ചാബിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നത്. ഇതേപോലെ ചണ്ഡീഗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഞാൻ ഓൺലൈൻ കൊറിയർ വഴി ഓർഡർ ചെയ്യുന്നത്. അവിടെ നിന്ന് ഇതുവരെ കൊറിയറിനൊരു 400 രൂപ ചാർജ് കൊടുക്കണം, 300 രൂപ ചാർജ് കൊടുക്കണം. പിന്നെ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 60 ml ഒരു ബോട്ടിലിന് 490 രൂപ, ഓൾമോസ്റ്റ് 500 രൂപ, 490 അതിൻ്റെ ചാർജ് വരുന്നത്. അത് 5 ബോട്ടിലായിട്ടാണ് നമുക്ക് മിനിമം ഓർഡർ ചെയ്യാൻ പറ്റുന്നത്. എന്നാലും കുഴപ്പമില്ല, വർത്താണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഹെയർ അതിങ്ങനെ 1 2 അല്ലെങ്കിൽ 3 ദിവസത്തെ ഒരിക്കലും ഇങ്ങനെ യൂസ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ കൂടുതലും ഞാനിപ്പോൾ ട്രിം ചെയ്ത് ഇടയ്ക്ക് കുറേ നാൾ ഞാൻ ട്രിം ചെയ്തുകൊണ്ട് ഇടയ്ക്കായിരുന്നു. അത് വേറെ ഒന്നുമല്ല, ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടും ട്രിം ചെയ്ത് വേറെ ഒന്നുമല്ല, ഒന്ന് എക്സിസ്റ്റിംഗ് ഹെയർ നല്ലപോലെ കൊഴിയുന്നുണ്ടായിരുന്നു. പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത് ഫുൾ കവറായിട്ടില്ല, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഗ്യാപ്പ് വരുമ്പോൾ ഒരുപാട് നീട്ടി വളർത്തുമ്പോഴാണ് നമുക്കത് വൃത്തിയായിട്ട് തോന്നുന്നത്. സോ ഇത് ട്രിം ചെയ്തതിന് ശേഷം ഞാൻ മെഡിസിൻ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. ഒരുമാതിരി ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, ഈ ഒരു ഗ്രോത്ത് എനിക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ ഒരുപാട് നീട്ടി വളർത്തിയാൽ മാത്രമേ എനിക്ക് കൊഴിയുള്ളൂ. അപ്പോൾ ഇൻ കേസ് കൊഴിഞ്ഞാലും നമുക്ക് ഈ ഒരു സ്പ്രേ കൊണ്ടിട്ട്, സ്പ്രേയും പിന്നെ ഓയിലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്പ്രേ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ കൊഴിഞ്ഞു പോയ സ്ഥലത്ത് വീണ്ടും റീഗ്രോത്ത് ആയിട്ട് വരുന്നത് എനിക്ക് പലതവണ 2-3 തവണ ഞാൻ ട്രിം ചെയ്യുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ ട്രിം ചെയ്യുന്ന സമയത്ത് നമുക്ക് മെഡിസിൻ കുറച്ച് അളവിൽ യൂസ് ചെയ്താൽ മതി. അതാണ് ഞാൻ കൂടുതലും ട്രിം ചെയ്യാൻ നടക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ മെഡിസിൻ ഇങ്ങനെ അടിക്കാം. ഒരു സ്പ്രേ, അതായത് സ്പ്രേ ബോട്ടിലുണ്ട്, വേണമെങ്കിൽ സ്പ്രേ ചെയ്യാം. പിന്നെ ഡ്രോപ്പറുണ്ട്, ഡ്രോപ്പർ കൊണ്ടിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് കൈ കൊണ്ടൊന്ന് മസാജ് ചെയ്താൽ മതി. സോ എങ്ങനെ വേണോ ചെയ്യാം. പക്ഷേ കൂടുതൽ എഫക്റ്റീവ് എന്ന് പറയുന്നത് ട്രിം ചെയ്യുന്ന സമയത്താണ്. കുറച്ച് അളവിൽ സ്പ്രേ അടിച്ചാൽ മതി. ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ, അതുകൊണ്ട് കുറച്ച് അളവിൽ സ്പ്രേ അടിച്ചാൽ മതി, നല്ല ഗ്രോത്തും കിട്ടും. പിന്നെ കഴുകിക്കളയാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ മുടിയിലൊന്നും പറ്റി പിടിച്ചിരിക്കില്ല. മറ്റത് കൂടുതലും മുടിയിലാവില്ലേ ചെയ്യുള്ളൂ. സോ അതുകൊണ്ടാണ് കൂടുതൽ ട്രിം ചെയ്യാൻ നടക്കുന്നത്. പക്ഷേ വേറൊന്നും പ്രശ്നമൊന്നും കൊണ്ടൊന്നുമല്ല, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ഗ്രോത്ത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയ, കണ്ടില്ലേ? ഇവിടെ നോർമലി ഉള്ള ഹെയർ, പിന്നെ ഇവിടെയും ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയ ആണ്. പിന്നെ ഇവിടെയൊക്കെ നോർമലാണ്, കണ്ടില്ലേ? ഇനി ഞാൻ എൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് കാണിച്ചു തരാം. എൻ്റെ ഡോണർ ഏരിയ ഞങ്ങൾ കാണിച്ചു തരാം, കണ്ടില്ലേ? ഡോണർ ഏരിയ അല്ലെങ്കിൽ മുടി എടുത്ത സ്ഥലം എന്ന് പറയുന്ന സാധനം നമുക്ക് അറിയാനേ പറ്റില്ല. അതിനി ഞാൻ പറയില്ല, എൻ്റെ തലയിൽ നിന്നും പിന്നെ എൻ്റെ താടിയുടെ ഈ കഴുത്തിൻ്റെ താഴെ നിന്നും ആയിട്ടാണ് മുടി എടുത്തേക്കുന്നത്. താടിയിൽ നിന്നൊരു 1000 ഗ്രാഫ്റ്റിന് താഴെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി 4000 ഗ്രാഫ്റ്റിൽ കൂടുതൽ തലയിൽ നിന്നാണ് എടുത്തേക്കണത്. ഇനിയും ഒരു 2500-3000 ഗ്രാഫ്റ്റോളം എടുക്കാനുള്ള മുടി എൻ്റെ തലയുടെ ബാക്കിലുണ്ടെന്നാണ് നമ്മുടെ ക്ലിനിക്കിൽ നിന്ന് ഡോക്ടർമാർ പറഞ്ഞത്. കാരണം ഇനി എടുത്താൽ പോലും ഇനിയും നമ്മൾ മുടി പറ്റയ്ക്ക് ഇങ്ങനെ ട്രിം ചെയ്യുന്ന സമയത്ത് മാത്രമേ ഒരു വൃത്തിയോടെ അറിയുള്ളൂ, എടുത്തതായിട്ട് അറിയുള്ളൂ. അത് പ്രശ്നമില്ല, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. കാരണം ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഈ ഒരു 3 വർഷത്തിലല്ല, 1 വർഷം അല്ലെങ്കിൽ 2 വർഷം ആയപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഒന്ന്, നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊന്നെങ്കിൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇമ്യൂണോക്സിഡൻ്റിലെ സ്പ്രേയോ അല്ലെങ്കിൽ എഫക്റ്റീവായിട്ടുള്ള എന്താ മെഡിസിനാണോ അത് യൂസ് ചെയ്ത് പോവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് മുടി വളർത്താതിരിക്കുന്നത്. അതൊരു കാര്യം. അത് ഇനി അങ്ങനെ തന്നെ ചെയ്തു പോയാലും എനിക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും രണ്ടാമതൊരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് ഇതുവരെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്ത ഏരിയയിൽ ഒന്നുകൂടെ എനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ട്. സോ അതെനിക്കിനി ഒന്നുകൂടെ ഒന്ന് ചെയ്യണം, എങ്കിൽ മാത്രമേ അതിന് ഫുള്ള് ഹെഡ് കവറായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ എങ്കിലും നമുക്ക് ഒരേ രീതിക്ക് എല്ലായിടത്തും ഒരുപോലെ മുടി ഗ്രോത്ത് ആവാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നത് ഇവിടെ ഗ്യാപ്പുണ്ട്, ഇവിടെ അത്യാവശ്യം നല്ല ഗ്യാപ്പുണ്ട്. ഒരു 2000 ഗ്രാഫ്റ്റ് വയ്ക്കാനുള്ള ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. പിന്നെ മേളിലും ബാക്ക് സൈഡിലായിട്ട് ക്രൗൺ ഏരിയയുടെ ആ ഒരു സൈഡിലായിട്ട് ഒരു 1000 ഗ്രാഫ്റ്റ് വയ്ക്കാനുള്ള ഗ്യാപ്പ് അവിടെ ഉണ്ട്. ഒരു 3000 ഗ്രാഫ്റ്റോളം വെച്ചാലേ എനിക്ക് വീണ്ടും അത് ക്ലിയർ ആക്കി കിട്ടുള്ളൂ. പക്ഷേ പ്രശ്നമൊന്നുമില്ല, എപ്പോൾ വേണം വെക്കാവുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഉള്ള ഗ്രോത്ത് വെച്ചത് പാഴായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ട്രിം ചെയ്യുന്നതും മെഡിസിൻ യൂസ് ചെയ്യുന്നതും. ഇപ്പോൾ സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു 2 അല്ലെങ്കിൽ 3 ദിവസത്തിലൊരിക്കൽ ഞാൻ മിനോക്സിഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു 6-7 മണിക്കൂർ, അല്ലെങ്കിൽ ഈ മിനോക്സിഡിലെ സ്പ്രേ അടിച്ചിട്ട് നമ്മളൊരു 4-5 മണിക്കൂറിനുള്ളിൽ നമുക്കിത് കഴുകിക്കളയേണ്ട ആവശ്യമുള്ളൂ. പിന്നെ രാത്രി അടിച്ചാൽ അത്രയും നല്ലതാണ്. രാത്രി ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ തല വാഷ് ചെയ്തതിന് ശേഷം മിനോക്സിഡിൽ യൂസ് ചെയ്തതിന് ശേഷം രാവിലെ ആകുമ്പോൾ എഴുന്നേറ്റ് കഴുകിക്കളഞ്ഞാൽ മതി. ബേബി ഷാമ്പു ആണ് ഞാൻ ഉപയോഗിക്കുന്നത്, ജോൺസൺസിൻ്റെ ബേബി ഷാമ്പു. അതാകുമ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം, വേറെ ഒരു ഡാമേജ് ഒന്നും വരാനൊന്നും പോണില്ല. പിന്നെ അതുപോലെ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെയാണ്. പിന്നെ വെയിലത്തിറങ്ങുമ്പോഴും കൂടുതലായിട്ട് മുടി ഹീറ്റാവുന്ന സമയത്ത് ഹെൽമെറ്റൊക്കെ വെക്കുന്നവർ, അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളിതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ എന്തുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മുടി കൊഴിച്ചിലിൻ്റെ ലാസ്റ്റത്തെ സൊല്യൂഷനാണ്. അതിന് മുന്നേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് PRP ചെയ്യാം, പിന്നെ അല്ലെങ്കിൽ ഓയിലോ മറ്റേ ഹെയർ
ഫാൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല മെഷേഴ്സും നമുക്ക് ചെയ്യാം. ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല. ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ മുടി വാഷ് ചെയ്യുമ്പോഴാണ് കൂടുതലും മുടി കൊഴിച്ചിൽ വരാനുള്ള ചാൻസ് കൂടുന്നത്. പിന്നെ വേർക്കുന്നത് കുറയ്ക്കുക, വെയിൽ ഡയറക്റ്റ് കൊള്ളുന്നതും പിന്നെ ഹെൽമെറ്റ് കൂടുതൽ നേരം വെക്കുന്നതും കുറയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കുറച്ച് നാളും കൂടെ നമുക്ക് ഹെയറിന് ലൈഫ് ഉണ്ടാവും. സോ ഇപ്പോൾ കുളിക്കുന്ന പറഞ്ഞല്ല, ഡെയിലി കുളിക്കാറുണ്ട്, ഡെയിലി തല തന്നെ കുളിക്കാറുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ബേബി ഷാമ്പു ഉപയോഗിച്ചിട്ട് ഷാമ്പു ചെയ്യാറുള്ളൂ. പിന്നെ മുടി ട്രിം ചെയ്തിരിക്കുന്ന സമയത്താണെങ്കിൽ ഡെയിലി തലയിൽ എണ്ണ തയ്ക്കുന്നുണ്ട്. റോസ്മേരിയുടെ ലീഫും പിന്നെ ഈ ഗ്രാമ്പുവും കൂടെ ചേർത്തിട്ടുള്ള ഓയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു ഓയിലാണ്, നമ്മുടെ വെളിച്ചെണ്ണ ആണ് ഞാൻ യൂസ് ചെയ്യണത്. സോ ഇത്രയൊക്കെ തന്നെ. പിന്നെ ഹെയർ സ്പ്രേയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് 5 എണ്ണം ഒരുമിച്ച് വാങ്ങിക്കും. ഇപ്പോൾ 4ാമത്തെ തീരാറായി, 5ാമത്തെ എടുത്ത് തുടങ്ങിയിട്ടില്ല. സോ അതിന് തീരുമ്പോഴത്തേക്കും വീണ്ടും ഒന്ന് നോക്കിയിട്ട് പതുക്കെ വാങ്ങിക്കാനുള്ള പരിപാടിയിലാണ്. കാരണം ഇതെനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മാത്രമേ ഇനി അടുത്ത് മുന്നോട്ടുള്ള യാത്രയിൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാൻ 3 വർഷം മുന്നേ 29ാമത്തെ വയസ്സിലാണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. സോ കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങനെയാണ് റിസൾട്ട്. ഞാൻ ഹാപ്പിയാണ്, കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഈ പറയുമ്പോൾ നമ്മുടെ ഹെയർ കണ്ടീഷൻ വെച്ചിട്ട് മുടി കൊഴിയാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ടാവും. അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വെയിലത്തിറങ്ങാതിരിക്കാൻ പറ്റില്ല, നമുക്ക് കളിക്കാനോ വേർക്കാതിരിക്കാനൊന്നും പറ്റില്ല. സോ ഇതൊക്കെ നമ്മുടെ ദിനചര്യയുടെ ഭാഗമാണ്. സോ മാക്സിമം നമ്മൾക്ക് പോകുന്നിടത്തോളം പോട്ടെ, ടെൻഷൻ അടിക്കാതെ ഹാപ്പി ആയിട്ടിരുന്നാൽ മതി. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ വീഡിയോയിൽ വന്നത്. കണ്ടില്ലേ, ഹെയർ ലൈനും ഫ്രണ്ട് പോർഷനൊക്കെ എനിക്കിപ്പോഴും ഒരു കുഴപ്പവും വന്നിട്ടില്ല, വലിയ കുഴപ്പമില്ല. ഹെയർ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പ്രേ എനിക്ക് അടിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ അടിക്കുന്നുണ്ട്. വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും അടിക്കുന്നുണ്ട്. കുഴപ്പമില്ല. കണ്ടില്ലേ. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും ഹെയർ ട്രാൻസ്പ്ലാന്റേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് മിക്കവാറും കാണില്ല. കണ്ടില്ലേ, നിങ്ങൾ എൻ്റെ വീഡിയോസിലൂടെ, എൻ്റെ ട്രാവൽ വീഡിയോസിലൊക്കെ ഇടയ്ക്ക് എൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് കണ്ട് മനസ്സിലാക്കിക്കോളൂ. അതാണ് നല്ലത്. അപ്പോൾ അടുത്ത യാത്ര പോകാനുള്ള പരിപാടിയിലാണ്. ഇനി ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുകയാണ്. സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്. ഒരു കാര്യം കൂടെ പറയാൻ പറ്റും, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ഗൈസ് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. നമുക്ക് ഫോളോവേഴ്സൊക്കെ പൊതുവേ കുറവാണ്. ജസ്റ്റ് ഇപ്പോൾ ഒരു 6500 സംതിങ്ങേ മാത്രമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം വീഡിയോസൊക്കെ കാണുന്നവർ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ടുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്നും മറക്കാതെ ഓണാക്കിയിട്ടേക്ക് കേട്ടോ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.